ഞാനിപ്പോൾ ഉള്ളത് ആസാമിൽ നിന്ന് അരുണാചൽ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതാണ് ബോർഡറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആസാമിൽ നിന്ന് അരുണാചൽ കയറി. അപ്പോൾ ആസാമിലോട്ട് അരുണാചലിലോട്ട് നമ്മൾ പോകുമ്പം ടവാങ്ങിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഇൻലൈൻ പാസ് എടുക്കണം. എന്നാൽ മാത്രമേ കയറ്റുള്ളൂ, വെറുതെ അവർ കയറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഇവിടെ നമ്മൾ 100-200 രൂപ കൊടുത്ത് പാസ് എടുക്കണം. അപ്പോൾ ഇവിടുന്ന് ഞാൻ 304 കിലോമീറ്റർ അടുത്തുണ്ട് സെലാ പാസ്, ജാങ്ക്, ഡിറാങ്ക് വഴി. അപ്പോൾ ഞങ്ങൾക്ക് ലിഫ്റ്റ് കിട്ടിയ വണ്ടിയാണ് ഈ കാണുന്നത്. നല്ല ഭാഗ്യം തന്നെ ഉണ്ടെന്ന് പറയാം ഈ ഒരു വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടിയത് തന്നെ. കുറച്ച് ആസാമി ബോയ്സിനെ കിട്ടി. അപ്പോൾ പരിചയപ്പെട്ട് ഇവരെൻ്റെ ചാനലൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക് യു ഭയ്യ ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. ഇതാണ് നമ്മുടെ ടവാങ്ങിൻ്റെ പാസ്. എൻ്റെ ഒരു മലയാളി ഏട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ഒരു പാസും കൂടി എടുത്ത് ഒരാൾക്ക് 120 രൂപയാണ് ഈ പാസിന് വരുന്നത്. ഞങ്ങൾക്ക് 240 രൂപയായി. അപ്പോൾ ഞങ്ങൾ ബോർഡറിൽ നിന്ന് പാസ് എടുത്ത് ഇവിടെ മിലിറ്ററിക്കാർക്ക് വല്ലതും കാണിക്കാൻ വരും. ഞങ്ങൾ തിരിച്ച് നമ്മുടെ കാറിൽ പോവാം. സാധനം കൊണ്ട് ഏതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഹോട്ടലിനകത്ത് കിടക്കുന്നത് ആരും കട്ടുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒളിപ്പിച്ചേക്കുന്നത്. നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല, ഉണ്ടോ ഉണ്ട്, ഏതാ ഇത്. ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്ന ആൾക്കാർ പറഞ്ഞത് ഫുഡൊക്കെ മേടിച്ചു തരാൻ പോവാം. ഇതാണ് ആൾക്കാർ. വയ്യ വാട്ട്സ് യുവർ നെയിം? My name is Kamal Joshi. Kamal Joshi. And you are working in SBI, right? State Bank of Yeah, and ഇതാണ് പുള്ളിയുടെ വൈഫ് മീനാക്ഷി. SBI ഇത് അവരുടെ ഒരു ചെറിയ കൊച്ചാണ്. വയ്യ അഫ്ഗാൻ നാം? കിയാൻ ജോഷി. And in which class do you study? UKG. Which school? Delhi Public School. അപ്പോൾ നമ്മൾ ഇവരുടെ കൂടെയാണ് നമ്മളിനി പോകുന്നത്. ടവാങ്ങിലോട്ട് നമ്മളിപ്പോൾ ഇവരുടെ ഇനി ലിഫ്റ്റ് അടിച്ച് പോവുക. ആണ് ചിക്കൻ ടുപ്ക ഇവിടുത്തെ ഫേമസ് സാധനം. ഇത് ചൗമീൻ, നമ്മൾ നൂഡിൽസ് പറയും, ഇവിടെ ചൗമീൻ എന്ന് പറയും. ടുപ്ക സൂപ്പും നൂഡിൽസും കൂടി വരുന്നത്, അതിനൊപ്പം സാലഡും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ടവാങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചുരം പോലെ വഴിയൊക്കെ ആയി. ഈ കാണുന്നതൊക്കെ മരങ്ങളൊക്കെയാണ്. ഈ കാണുന്നതാണ് ചിറാങ് റിവർ. ടവാങ്ങിൽ പോകുന്ന വഴിക്ക് കാണുന്ന റിവർ. നമ്മളിതാ ടവാങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിക്കൊന്ന് നിർത്തിയതാ. ഇവിടെ നല്ല വ്യൂ ഒക്കെ എൻ്റെ മോനെ. ഇവിടുന്ന് ഇനി 206 കിലോമീറ്റർ എങ്ങാനുണ്ട് ടവാങ്ങിലോട്ട്. ഞങ്ങൾ വന്ന വണ്ടി കപ്പല്. നമ്മളിപ്പോൾ ടണലെത്തിയേക്കാം. ടണലിനാണ് പേര്. ചെറിയൊരു ടണ്ണായിരുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക രാത്രി. പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി. അപ്പോൾ കണ്ടാണ് ഇത് നോക്ക്, നല്ല രസമുണ്ടല്ലോ ടെമ്പിൾ കാണാൻ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഇതും കണ്ട് എന്താ വീക്ക് ബ്രിഡ്ജ് ഓൺലി 10%. മറ്റേ ടൈപ്പ് ബ്രിഡ്ജില്ലേ അത്. നോക്ക്, അത് ആടൊക്കെ പോകുന്നുണ്ടോ? ഓ നടക്കാനില്ല, ആടെ ഓടുക. എൻ്റെ മോനെ ഏതാ സ്ഥലോ. ഞങ്ങൾ ഡിംബ്രാങ്ക് എത്തി. അപ്പോൾ ഡിറാങ്ക് എത്തി. അപ്പോൾ ഇവിടുന്ന് ഇനിയും ദൂരമുണ്ട് ടവാങ്ങിലേക്ക്. ഏകദേശം 130-140 കിലോമീറ്ററോളം. ഇപ്പോൾ സമയം 4:30 ഇപ്പോൾ രാത്രി നടക്കില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റേ ഇരിക്കുകയാണ് ഡിറാങ്ക് എന്ന സ്ഥലത്ത്. അപ്പോൾ ഡിറാങ്കിൻ്റെ ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ അടിക്കുന്ന സ്ഥലമാണെങ്കിൽ സോനാം ഹോം സ്റ്റേ ആണ്. ഇതാണ് സോനാം ഹോം സ്റ്റേയുടെ ഇത്. ഞങ്ങൾക്ക് റൂമൊക്കെ തന്ന്. ഇതാണ് റൂം. നല്ല കിടിലം റൂം കേട്ടോ, നല്ല വൃത്തി റൂം. അറ്റാച്ച് ബാത്റൂമും ഉണ്ട്. സോനാം ഹോം സ്റ്റേ ആണ് ഇതിൻ്റെ റേറ്റ്. സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. നിങ്ങൾ ടവാങ്ങിലോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഡിറാങ്ങിനൊക്കെ അടുത്ത് നിൽക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഹോം സ്റ്റേ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു ഹോം സ്റ്റേ ആണ്. ഡിറാങ്ക് സോനാം ഹോം സ്റ്റേ എന്നാണ് ഹോം സ്റ്റേയുടെ പേര്. ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്, സോനാം ഹോം സ്റ്റേ. ഇത് അഡ്രസ്സും ഫോൺ നമ്പറും കയ്യിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. റോഡ് സൈഡ് തന്നെയാണ്, ഈ വഴി തന്നെ. നമ്മൾ ടവാങ് പോകുന്ന വഴി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാനാണ്, ക്യാമ്പ് ചെയ്തതുപോലെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ ഗ്രോസറി ഷോപ്പിലേക്ക് പോവുക. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് നൈറ്റ് ഫുഡ് ഞങ്ങൾ കുക്ക് ചെയ്യാണ്. അതാണ് നമ്മുടെ ഷെഫ് കാര്യങ്ങളൊക്കെ. പുള്ളിയുടെ പാത്രവും കാര്യങ്ങളൊന്നും പേടിക്കണ്ട. ഞങ്ങൾ കുറച്ച് മുട്ടയും മാഗിയും
തേടാമേടിയ ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കോഫി ഉണ്ടാക്കാൻ സെറ്റപ്പ് ഉണ്ട്. പാലും മേടിച്ചിരുന്നതാ. പാല് എനിക്കിങ്ങനൊക്കെ കൊണ്ടു നടക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് കാര്യമില്ല മേടിച്ചാലും. ഗിഫ്റ്റ് തന്ന ബായും ദീദിയും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൽ അവർ കൊണ്ടുവന്ന ഫുഡാട്ടോ. നല്ല ചോറും പിന്നെ ചിക്കൻ കറിയും സാബ്ജി എന്ന് പറഞ്ഞ മറ്റേ സാബ്ജിയൊക്കെ ആഴ്ചത്തെ ഫുഡ് നമുക്ക് എല്ലാം ഉണ്ട് കേട്ടോ. സ്പൂണും പാത്രവും അതൊക്കെ ഏതാ എന്ത് നല്ല മനുഷ്യരാണെന്നാ ആലോചിക്കണേ. ഇവിടെ താമസിക്കാണ് നല്ല മുറിയും. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി കിടക്കാൻ പോവാം. അപ്പോൾ അതാ സ്റ്റേയിൻ്റെ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ. നല്ല കട്ടിയൊക്കെ നല്ല പുതപ്പൊക്കെ ഉണ്ട്. മൂടി പൊടിച്ച് കിടന്നുറങ്ങണം. ഇവിടെ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം ഇനി. അപ്പോൾ ബൈ ബൈ.